ഒരു ലളിതാ മഹായാഗം നടത്തുവാനായിട്ട് ശ്രീകുലം, ഗായത്രി ഗുരുകുലം, ശ്രീമാതരം മണ്ഡലി എന്ന 3 ഗുരുകുലങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ഇത് തിരുവനന്തപുരം അമ്പലത്തറ പഴഞ്ചിറ ദേവീക്ഷേത്രത്തിൽ വെച്ച് ഈ വർഷം മെയ് 9 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിലാണ് നടക്കുന്നത്. ഈ യാഗത്തിൻ്റെ യാഗ വിളംബരം വരുന്ന ഞായറാഴ്ച വൈകുന്നേരം 5:30-ക്ക് കേരളത്തിൻ്റെ പ്രിയങ്കരനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി അവർകൾ ഉദ്ഘാടനം ചെയ്ത് യാഗവിളംബരം സ്വാമി ബ്രഹ്മപാദാനന്ദ സരസ്വതി തൃപ്പാദങ്ങളും സ്വാമി അച്യുതഭാരതി തൃപ്പാദങ്ങളും ചേർന്ന് നടത്തുന്നതും കൂടിയാണ്. സ്ത്രീകളെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഗുരുകുലങ്ങളുടെയൊക്കെ ലക്ഷ്യം എന്ന് അറിയിക്കുന്നു. ഇത് ഞങ്ങളുടെ ആവശ്യമാണ്. അതായത് ഈ 3 ഗുരുകുലങ്ങളുടെയും കീഴിൽ ധാരാളം ആൾക്കാർ ആത്മീയമായ പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. അത് ഇനി ഉള്ള കാലഘട്ടങ്ങളിൽ, അതായത് ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കണം എന്നല്ല പറയണത്, കന്യാകുമാരി മുതൽ കാശ്മീരം വരെയുള്ള സ്ത്രീജനങ്ങൾ, ആത്മീയതയിലേക്ക് വരുന്ന സ്ത്രീജനങ്ങൾക്ക് ഇതൊരു പ്രചോദനമാവണം. ഒന്നിനും പിന്നോക്കം നിൽക്കാൻ പാടില്ല. പണ്ട് കാലത്ത്, വളരെ പുരാതന കാലത്ത് ഇതിന് സ്ത്രീകളെ എല്ലാ കാര്യങ്ങളും മുൻപന്തിയിൽ നിന്നിരുന്നു. ആത്മീയമായുള്ള കാര്യങ്ങൾ, അതിപ്പോ യജ്ഞമാകട്ടെ യാഗമാകട്ടെ. പക്ഷെ ഇടക്കാലത്ത് വെച്ച് അതിനൊരു കുറവ്, അല്ലെങ്കിൽ അതിനൊരു ലോപം, അല്ലെങ്കിൽ അതിനെ പിന്നിലേക്ക് വലിക്കുന്ന പല കാരണങ്ങൾ കൊണ്ടും അത് പിന്നിലേക്ക് പോയി. ഇത് മുന്നിലേക്ക് കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ടാണ് ഈ 3 ഗുരുകുലങ്ങളും ചേർന്ന് സ്ത്രീകൾ മാത്രം പങ്കെടുത്തുകൊണ്ട്, ആചാര്യന്മാരുടെയും ക്ഷേത്രഭരണി സമിതിക്കാരുടെയും ഒക്കെ പൂർണ്ണ പിന്തുണയോടുകൂടി തന്നെയാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ഇത് പരമാനന്ദ തന്ത്രത്തിലെ സൗഭാഗ്യ കൽപ്പദ്രുമം, അതിലാണ് ലളിതാ മഹായാഗത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. കൂടാതെ 108 ഉപനിഷത്തുകളിൽ ഒന്നായ ഭാവനോപനിഷത്ത്, അതിലെ ബാഹ്യമായിട്ടുള്ള പൂജകളിൽ ആണ് ഈ ലളിതാ മഹായാഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ 3 ഗുരുകുലങ്ങളിലെയും ഏതാണ്ട് 10,000-ഓളം വരുന്ന പഠിതാക്കൾ എല്ലാവരും കൂടി ആണ് ഈ യാഗം നടത്തുന്നത്. കഴിഞ്ഞ 2 വർഷമായി അക്ഷീണമായി അവരെല്ലാം പ്രയത്നിക്കുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും ശമ്പളത്തിൽ നിന്ന് ഒരു ഭാഗം മാറ്റിവെച്ചാണ് ഈ യാഗത്തിനുള്ള സാമ്പത്തികമെല്ലാം കണ്ടെത്തുന്നത്. പുറത്തു നിന്നും ഒരു പിരിവുകളും ഈ യാഗത്തിന് ഇല്ല. ഈ യാഗത്തിന് വേണ്ടി കഴിഞ്ഞ 2 വർഷമായി പഠിക്കുകയും ജീവിതത്തിൽ എല്ലാം അത് അനുവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുതന്നെയാണ് ഈ യാഗത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അതേപോലെ തന്നെ ജാതി മത ഭേദങ്ങളൊന്നുമില്ലാതെ തന്നെ എല്ലാ മനുഷ്യർക്കും ഈ യാഗത്തിൽ പങ്കെടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്ത്രീകൾ മുഖ്യ പൗരോഹിത്യം വഹിച്ചുകൊണ്ട് ഒരു യാഗം നടത്തുന്നത്. ഏതാണ്ട് 36ഓളം ഋത്വിക്കുകൾ ഇതിനായി കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് ക്ലാസ്സുകളിൽ പങ്കെടുക്കുകയും സ്വാധ്യായം ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരമാണ് ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം പറയുവാനുള്ളത്. ഈ ലളിതാ മഹായാഗം വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു. അസുലഭവും അങ്ങേയറ്റം ഭാഗ്യം ഉള്ളതുമായ ഒരു സംഗതിയാണ് ഒരു യാഗത്തിൽ പങ്കെടുക്കുക എന്നുള്ളത്. ഒരു ജീവിത ചക്രത്തിനിടയിൽ അതിനായിട്ട് ഞങ്ങൾ അത്രയും അധികം അതിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കിയും ഉൾക്കൊണ്ടും കൊണ്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഈ ഒരു യാഗത്തിന് വേണ്ടിയിട്ട്. ഇത്
ഒരാളുടെയോ അല്ലെങ്കിൽ ഒരു സംഘടനയുടെയോ മാത്രമല്ല, എല്ലാവരുടെയും കൂട്ടായ്മയാണ്. ഇതിൽ മുന്നോട്ട് വയ്ക്കുന്നത് സ്ത്രീ ശാക്തീകരണം ആണെങ്കിലും എല്ലാവരുടെയും പിന്തുണ, അതായത് ആചാര്യന്മാരുടെയും ക്ഷേത്രഭരണ സമിതിക്കാരുടെയും പ്രദേശനിവാസികളുടെയും ഒക്കെ ഈ തിരുവനന്തപുരത്തുള്ള എല്ലാവരുടെയും സഹകരണത്തോടു കൂടി തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇതിൽ വളരെയധികം ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഞങ്ങൾക്ക് അങ്ങേയറ്റം സ്വപ്ന തുല്യമാണ് ഈ ഒരു യാഗം എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ഒരു ഭാഗ്യമാണ് നമ്മുടെ ഒരു ജന്മത്തിൽ ഇങ്ങനെ ഒരു യാഗത്തിൽ പങ്കെടുക്കാൻ പറ്റുക. അതിൻ്റെ നമുക്ക് എന്താണ് എല്ലാവർക്കും കിട്ടാവുന്ന ഒരു ഭാഗ്യമല്ല അത്. അതിൻ്റെ എല്ലാം ഉൾക്കൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ 2 വർഷമായിട്ട് എല്ലാവരും ഇതിൻ്റെ വളരെ സീരിയസ് ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നാമങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങൾ വെളിയിൽ നിന്നുള്ള ഒരു പിരിവുകളോ അങ്ങനെ ഒന്നുമേ ഇല്ല. ഞങ്ങൾ തന്നെ എല്ലാ മാസവും നമ്മുടെ കയ്യിലുള്ള പോലെ സേവ് ചെയ്ത് യാഗത്തിന് വേണ്ടി ഞങ്ങൾ റെഡിയാവുകയാണ്. എല്ലാവരും ഞങ്ങളുടെ കൂടെ വന്ന് സഹകരിക്കുക. ഈ മനുഷ്യജന്മത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ മഹാഭാഗ്യമായി ഈ യാഗത്തെ കണക്കാക്കുന്നു. ഈ യാഗം സമൂഹത്തിൻ്റെ മേലേ തട്ടിലും താഴെ തട്ടിലുമുള്ള സ്ത്രീജനങ്ങൾ ഏറ്റെടുക്കുകയും അവർ ഇതിലോട്ട് ആകർഷകരായി അവരുടെ ജീവിത രീതികൾ മാറ്റം വരുത്തി ജീവിക്കാനൊരവസരം കൂടി ആകട്ടെ എന്നും വിചാരിക്കുന്നു. ഇങ്ങനെ ശാസ്ത്രോക്തമായ ഒരു ലളിതാ മഹായാഗം നടത്തണം എന്ന് ഈ 3 ഗുരുകുലങ്ങൾ ആഗ്രഹിക്കുകയും ഒരു സംഘാടക സമിതി രൂപീകരിക്കുകയും ചില ക്ഷേത്രങ്ങളെ സമീപിച്ചപ്പോൾ അവിടെ അതിനുള്ള സൗകര്യം കുറവ് കാരണം അമ്പലത്തറ പഴഞ്ചിറ ക്ഷേത്ര ഭരണസമിതിയെ ഈ വിവരം അറിയിക്കുകയും അവർ ഈ ഒരു യാഗത്തെ ഹൃദയപൂർവ്വം ഏറ്റെടുക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അവരുടെ അക്ഷീണമായ പ്രവർത്തനം ഇതിൻ്റെ പിന്നിലല്ല, മുമ്പിൽ തന്നെയുണ്ട് എന്നുള്ളതാണ് സംഘാടക സമിതിക്ക് പറയുവാനുള്ളത്. ഏകദേശം ഒരു ദിവസം 50,000-ഓളം ആൾക്കാർ പങ്കെടുക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എല്ലാ സമയവും ഭക്ഷണങ്ങൾ ഞങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അവസാന ദിവസം 2 ലക്ഷത്തോളം ആൾക്കാരെ പങ്കെടുപ്പിക്കുവാൻ തക്കവണ്ണം ഉള്ള സജ്ജീകരണങ്ങളാണ് ഞങ്ങൾ അവിടെ ഒരുക്കുന്നതും.